ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെയ്ഹാൻസ് വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു സേമിയ കേസരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആളുകളൊക്കെ ചോദിച്ചിരുന്നു, ഞാൻ റവ വെച്ചിട്ടുള്ള കേസരി ഇട്ട സമയത്ത് സേമിയ വെച്ചിട്ടുള്ള കേസരി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാന് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടിയിൽ നിന്ന് മാറ്റി ഇനി അതേ എണ്ണയിലേക്ക് ഞാനൊരു 2 കപ്പോളമുള്ളൊരു സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സേമിയ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ടുണ്ട് കളർ ചേഞ്ച് ആവണ്ട, എന്നാലും കുറച്ചൊന്ന് കളർ ചേഞ്ച് ആവും വേണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേസരിയാണ് കേട്ടോ. സേമിയ കൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ദയവായിട്ട് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ നന്നായിട്ട് വറവായിട്ടുണ്ട്, അത്യാവശ്യം കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് പാനിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പാലും വെള്ളവും കൂടെ ഒക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേസരിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ സേമിയയും കൂടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. സേമിയ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളവും പാലും ഇതൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു 2 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏലക്കായൻ്റെ പൗഡറാണുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇത് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കുറച്ച് കൂടുതൽ ആളുകളുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ റവ ചേർത്ത് കൊടുത്തത്. സേമിയ വാങ്ങിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്തതാണ്. പക്ഷേ നിങ്ങളത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങളത് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ റവ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാനിതിലേക്ക് എനിക്ക് ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ആ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതാ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൽ കുറച്ചൊരു മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താലും മതി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് യെല്ലോ ഓറഞ്ച് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ചിട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു 2 കപ്പ് സേമിയക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര കറക്റ്റാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര ചേർത്ത് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതൊന്ന് ലൂസിലായിട്ട് വരും. പിന്നെ അതൊന്ന് നമ്മളൊന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും വരും. അപ്പോൾ ഞാൻ ഉരുക്കിയെടുക്കാതെ നെയ്യ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിൽ കിടന്ന് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇതാ ചട്ടിയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ട് കിട്ടുന്ന ഒരു പരുവം വരണം. അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു വിട്ട് പോരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചട്ടിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഈ ഒരു ലൂസിൽ മതി കേട്ടോ. പിന്നെ നന്നായിട്ട് സെറ്റായി കിട്ടിക്കോളും. സേമിയല്ല നന്നായിട്ട് സെറ്റാവും കണ്ടോ. ഈ ഒരു ടൈമിൽ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കുക. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി വെറുതെ വെച്ച് കൊടുത്തതാണ്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് സെറ്റായി കിട്ടും. സേമിയ നന്നായിട്ട് സെറ്റായി ഉറച്ച് വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അതല്ല വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഏതായാലും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ചൊരു ചൂടുണ്ട് കേട്ടോ അത്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാനിവിടെ എല്ലാവരും വെയിറ്റിങ്ങിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സേമിയ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറച്ച് കിട്ടും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. എങ്കിലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ പറയും പോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ഫ്രം റൈഹാൻസ് വേൾഡ്.